PT എടുക്കുന്ന എല്ലാ ക്ലയൻസിനും ഡയറ്റിനെ കുറിച്ചിട്ട് സംശയം ഉണ്ടാവാറുണ്ട്. അവരോട് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് പകരം, അല്ലെങ്കിൽ അവർക്ക് ജനറൽ ന്യൂട്രീഷൻ ഇൻഫർമേഷൻസ് കൊടുക്കുന്നതിന് പകരം നമ്മൾ ട്രെയിനേഴ്സ് വളരെ ഈസി മെത്തേഡാണ് ചൂസ് ചെയ്യാറ്. നമ്മളൊരു 6 മീൽ പ്ലാനോ 8 മീൽ പ്ലാനോ എഴുതി കൊടുക്കും. ഇതിൻ്റെ ബേസ് എന്താണ്? പേഴ്സണൽ ട്രെയിനറുടെ സ്കോപ്പ് ഓഫ് പ്രാക്ടീസിൽ എല്ലാ സർട്ടിഫിക്കേഷൻസിലും, പ്രത്യേകിച്ചിട്ട് എയ്സ് NASM പോലെയുള്ള വളരെ ക്രെഡിബിളായിട്ടുള്ള സർട്ടിഫിക്കേഷൻസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആസ് എ പേഴ്സണൽ ട്രെയിനർ നിങ്ങൾ തീർച്ചയായിട്ടും ക്ലയൻസുമായിട്ട് ജനറൽ നോൺ മെഡിക്കൽ ന്യൂട്രീഷൻ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യണം. അപ്പോഴേ നിങ്ങൾക്ക് അവരെ ക്ലിയറായിട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷേ നിങ്ങൾ ഒരിക്കലും അവർക്കൊരു സ്പെസിഫിക് മീൽ പ്ലാനോ ഒരു സപ്ലിമെൻറ്റ് റെക്കമെൻഡ് ചെയ്യരുത്. നിങ്ങൾക്ക് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഈ എയ്സിലും NASSലും ന്യൂട്രീഷൻ്റെ ഒരു ചാപ്റ്റർ ഉണ്ട്. അതിലവർ ചൂസ് ചെയ്യുന്ന 2 ടൂൾസാണ്. ഒന്ന് ഡയറ്ററി ഗൈഡ് ലൈൻസ് ഫോർ അമേരിക്കൻസ് ആണ്. 5 കൊല്ലം അമേരിക്ക റിഗ്രസ് ആയിട്ട് റിസർച്ച് നടത്തിയിട്ട് അവിടുത്തെ ജനറൽ പബ്ലിക്കിന് ഒപ്റ്റിമൽ ഹെൽത്തിന് എങ്ങനെയാണ് ഭക്ഷണ രീതി വേണ്ടത് എന്നുള്ള 5 കീ ഗൈഡ് ലൈൻസ് വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് അത് ചൂസ് മൈ പ്ലേറ്റിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഒരു ദിവസം ഒരാൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ടോട്ടൽ കലോറി നിങ്ങളൊരു പ്ലേറ്റിൽ വെച്ചാൽ ഹാഫ് ഓഫ് ദ പ്ലേറ്റ് ഷുഡ് ബി ഫ്രം വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്. അതിൽ വെജിറ്റബിൾസ് വെറൈറ്റി എടുക്കാൻ വേണ്ടി ശ്രമിക്കുക, ഫ്രൂട്ട്സ് റോ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക, ക്വാർട്ടർ മതി ഗ്രെയിൻസ്, ആ ഗ്രെയിൻസ് തന്നെ ഹോൾ ഗ്രെയിൻസ് ആക്കാൻ വേണ്ടി ശ്രമിക്കുക, ക്വാർട്ടർ പ്രോട്ടീൻ, ആ പ്രോട്ടീൻ ടിപ്പിക്കലി എഗ് വൈറ്റ് പ്രോട്ടീൻ ചിക്കൻ എന്ന് വിട്ടിട്ട് ഒരുപാട് മിക്സ്ഡ് എന്താ പറയുക സീഡ്സ്, എന്താ പറയുക സീ ഫുഡ്, ഒരുപാട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ മൈക്രോ ന്യൂട്രീഷൻസും മാക്രോ ന്യൂട്രീഷനും കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താൻ പറ്റും. ഇത് നിങ്ങൾക്ക് ക്ലയൻസുമായിട്ട് ഡിസ്കസ് ചെയ്യാം. അവർക്ക് തന്നെ തീരുമാനിക്കാം അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഡയറ്റ് പ്ലാൻ. അത് പറ്റില്ല നിങ്ങൾക്ക് ചൂസ് മൈ പ്ലേറ്റ് പരിചയപ്പെടുത്തി. ചൂസ് മൈ പ്ലേറ്റിൽ ഒരാളുടെ ഏജ്, അവരുടെ ആക്ടിവിറ്റി, അങ്ങനെ അവർ ചോദിക്കുന്ന കിസ്സൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈവൻ കലോറി കാൽക്കുലേറ്റർ വെച്ചിട്ട് അവർക്കൊരു മൈ പ്ലാൻ എന്ന് പറഞ്ഞാൽ അവർക്കൊരു പ്ലാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കും. ഇത്രയൊക്കെ ടൂൾസ്, ക്രെഡിബിളായിട്ടുള്ള ടൂൾസ് നിങ്ങളുടെ കയ്യിലുണ്ടാകുമ്പോൾ പിന്നെ എന്തിനാണ് ഔട്ട് ഓഫ് സ്കോപ്പ് പ്രാക്ടീസിലുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഇനി ഇതും ക്ലയൻസിന് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർ ഡെയിസ്റ്റേ ഡയറ്റീഷ്യൻ്റെ അടുത്തേക്കോ ന്യൂട്രീഷൻ്റെ അടുത്തേക്കോ റെഫർ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളൊരു ഡയറ്റീഷ്യൻ ആവാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ ന്യൂട്രീഷനെ കുറിച്ചിട്ടുള്ള PDF വേണമെങ്കിൽ www.choose my plate ആക്സസിലേക്കുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ മൈ പ്ലേറ്റ് എന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു.